الحمد لله أولا وآخرا الذي أنزل الكتاب هدى للناس وبينات من الهدى والفرقان. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. ഡിബേറ്റിങ്ങിന്റെ വിൻഡോസ് കഴിഞ്ഞു. وما زلنا ندرس أو نتدبر آيات من سورة البقرة، أو نتدبر عن آيات من سورة البقرة. ووقفنا أين وقفنا؟ وقفنا كتب عليكم الصيام، ألا كتب عليكم إذا حضر أحدكم الموت فمن بدله بعدما سمعه فإنما اسمه على الذين يبدلونه إن الله سميع عليم. എന്തായിരുന്നു ആ ഹുക്കുമിലുള്ളത്? ഈ ആയത്തിലുള്ള ഹുക്കും എന്തായിരുന്നു? വിധി എന്തായിരുന്നു? മാഹിയൽ ഹുക്കുമു ഫി തിൽക്കൽ ആയ ഔ ഫി കിലൽ ആയത്തൈൻ. എന്തായിരുന്നു? എന്തായിരുന്നു? എന്താണ്? അപ്പോ വസിയത്ത് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. വസിയത്ത് ചെയ്യണം അല്ലേ? അത് നിർബന്ധമാണോ അതല്ല ഐച്ഛികമാണോ? നിർബന്ധമാണ്. ആർക്കൊക്കെ നിർബന്ധമാണ്? ആർക്ക് വേണ്ടി വസിയത്ത് ചെയ്യല നിർബന്ധം? വാലിദൈൻ, അഖറബീൻ. അതാണ് അന്നേരം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് നമ്മള്. മയ്യാര് ആർക്കറിയാം? അല്ല, ഈ ആയത്ത് നിസായിലെ ഒരായത്ത് വന്നതിന് ശേഷം ഈ ആയത്ത് ദുർബലമാക്കിയിരിക്കുന്നു. എന്ത് ചെയ്യണം? വസിയ്യത്തുണ്ട്, പക്ഷേ അത് നിയമപരമായ അവകാശം ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമേ വസിയ്യത്ത് ചെയ്യാവൂ. അപ്പോ ഇൻതറക്ക ഖൈറൻ വസിയ്യത്ത് ലിൽ വാലിദൈനി വൽ അഖ്റബീൻ എന്ന് പറഞ്ഞത് മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഒന്നും എന്തില്ല, നിയമപരമായ അവകാശമുള്ളവർക്ക് ആർക്കും വസിയ്യത്ത് ചെയ്യാൻ പാടില്ല. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് നിയമപരമായ അവകാശങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെ നിയമപരമായ അവകാശം ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് എന്താ, നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കണം, അല്ലെങ്കിൽ അവർ പ്രയാസപ്പെടുന്നുണ്ടാവും എന്ന് നമുക്ക് ഭയപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടി ആണ് വസിയ്യത്ത് ചെയ്യേണ്ടത്. അതാണ് പറഞ്ഞു നിർത്തിയത്. ഇനി മറ്റൊരു വാജിബായ കാര്യത്തിലേക്കാണ്. അല്ല, അതിന്റെ ഒരു വിശദീകരണം ഉണ്ട് ഒരായത്ത്. നമ്മൾ പേജ് കൗണ്ട് ചെയ്ത് പോകുന്നുണ്ട്. ഒരായത്ത് അതിന്റെ ബാക്കി ഉണ്ട്. അപ്പോ ഇതിന്റെ വാക്കർത്ഥങ്ങളൊക്കെ നമ്മൾ അയച്ചിരുന്നു. നോക്കാം, അതിന്റെ ആശയങ്ങൾ വരുന്നത് നോക്കാം പാരായണം ചെയ്യുമ്പോഴേ. فمن خاف من موص جنفا أو إثما فأصلح بينهم فلا إثم عليه إن الله غفور رحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد
بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. فمن خاف من موص جنفا أو إثما فأصلح بينهم فلا إثم عليه. മൂസിൻ എന്ന് പറഞ്ഞപ്പോ എന്താ വാക്ക് ഫേല് മാറി എന്താണ്? യൂസിയുടെ കർത്താവിന്റെ രൂപമാണ് മൂസിൻ. അപ്പൊ ദുർബലാശയം പോവും, കർത്താവിന്റെ രൂപം വരുമ്പോ മൂസിൻ. അപ്പോ വസിയ്യത്ത് ചെയ്യുന്ന ആള് കാവമിൻ മൂസിൻ ജനഫൻ, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെരിവൊക്കെ അയാളുടെ ഭാഗത്തു നിന്നും ജനഫൻ എന്താ പറഞ്ഞത്? ജനഫൻ ചായ്വ്. അതെ, അനീതി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അനീതി എന്ന് പറയാൻ കാരണം? അനീതി എന്ന് നമ്മൾ അവിടെ പറയാൻ കാരണം എന്താണ്? ജനഫൻ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം ചായ്വ്, ചെരി, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോവാ. അപ്പൊ നീതി എന്ന് പറയുന്നത് നേരെ നിൽക്കുന്നത്. ചാഞ്ഞാലും ചരിഞ്ഞാലും എന്തായി? ആ നീതി. അതാണ് ജനഫൻ എന്ന് പറഞ്ഞാൽ ചായ്വ് എന്നാണ്. എന്താ പറയാ? ജൻബല്ല, ജൻബിൽ ബ ആണ്. ഇത് ജനഫ് ഫ ആണ്. ജനഫൻ ഔ ഇസ്മൻ, അല്ലെങ്കിൽ പാപം, അല്ലെങ്കിൽ തിന്മ, അല്ലെങ്കിൽ തെറ്റായ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് ഭയപ്പെട്ടാൽ അസ്ലഹ ബൈനഹും, അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കിയാൽ ഫലാ ഇസ്മ അലൈഹി, അവന് കുറ്റമില്ല. ഫലാ ഇസ്മ അലൈഹി എന്ന് പറഞ്ഞാൽ അതിന്, ആ വിഷയത്തിൽ തെറ്റില്ല. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അപ്പൊ വസിയ്യത്ത് ചെയ്ത ആള് അന്യായമായിട്ടാണ് ചെയ്തതെന്ന് ഉറപ്പായി മനസ്സിലായാൽ എന്ത് ചെയ്യാ? അവിടെ ആ ബന്ധുക്കൾക്കിടയിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വസിയ്യത്ത് ഇപ്പോൾ എന്തില്ല, അനന്തരാവകാശികൾക്ക് വസിയ്യത്തില്ല. അപ്പൊ അനന്തരാവകാശികൾക്ക് സ്വത്ത് കിട്ടാതിരിക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്ത് കളയാ. അങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ്? അയാള് ചെയ്തത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ എന്തെങ്കിലും ചെയ്താൽ അവിടെ വസിയ്യത്തിന് വിരുദ്ധമായിട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു അള്ളാഹ് പുറത്തേക്ക് അസ്ലഹ എന്താ അർത്ഥം? അസ്ലഹ നന്നാക്കി. ഇസ്ലാഹി പ്രസ്ഥാനങ്ങളൊക്കെ കേട്ടില്ലേ? അസ്ലഹയുടെ ക്രിയാധാതുകൊണ്ട് ഇസ്ലാഹ്, നന്നാക്കൽ. അപ്പൊ എന്ത് ചെയ്തു? മൂസിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ അനന്തരാവകാശികൾക്ക് എന്തില്ല? വസിയ്യത്തില്ല. അനന്തരാവകാശത്തിന് വേണ്ടി വസിയ്യത്തില്ല. അല്ലെങ്കിൽ വസിയ്യത്ത് എന്ത് ചെയ്തു? ഏതെങ്കിലും അന്യായമായ രീതിയിൽ അയാൾ വസിയ്യത്ത് ചെയ്തു, അനന്തരാവകാശികൾക്ക് കിട്ടാതെ ഏതെങ്കിലും തെറ്റായ രീതിയിൽ, അതിന് കോണ്ടെക്സ്റ്റ് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. തെറ്റായ രീതിയിൽ വസിയ്യത്ത് ചെയ്താൽ അതിനെന്ത് ചെയ്യാം? അത് നടപ്പാക്കൽ നിർബന്ധമില്ല, ഇല്ലെങ്കിൽ അത് നടപ്പാക്കണം. അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. കുത്തിബ അലൈക്കും എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ നിയമമാക്കിയ വേറൊരു കാര്യം പറയാം. ഖുർആനിലെ ആയത്തുകളൊക്കെ പരസ്പര ബന്ധം എങ്ങനെയാണ് നമ്മൾ നോക്കണം. പറഞ്ഞു വരുമ്പോ ഒരു കാര്യം പറഞ്ഞു വരുമ്പോ അത് പാടെ തിരിഞ്ഞിട്ടല്ല പറയുന്നത്, മറിച്ച് ഒരു റിലേഷൻ ഉണ്ട്. ചില ബന്ധങ്ങൾ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും. ഇപ്പൊ കുത്തിബ അലൈക്കും ഇദാ ഹദറ അഹദക്കും മൗത്ത് ഹീനൽ വസിയ്യത്ത് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പിന്നീട് പറയുന്നത് കുത്തിബ അലൈക്കും സിയാം. അപ്പൊ നിങ്ങൾക്ക് നിർബന്ധമാക്കിയ വേറൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കും സിയാം, നിങ്ങൾക്ക് വ്രതം നിയമമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നിർബന്ധമാക്കി. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിയമമാക്കിയിരുന്നത് പോലെ. അപ്പൊ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ
തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തഖ്വയുള്ളവരാകും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ അവിടെ തഫ്സീറിൽ കൊടുത്തിരിക്കുന്ന വാക്കാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. ലഅല്ലക്കും തത്തഖൂൻ യഅനി ബിഹി, അത് മുഖേന എന്താ ഉദ്ദേശിക്കുന്നത്? ലി തത്തഖൂ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി. ലി തത്തഖൂ എന്നാണ്. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം എന്നല്ല. മുഫസ്സിറുകൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ഇത് ചെയ്താൽ എന്തിനു വേണ്ടി ചെയ്തിരിക്കുന്നു? നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി. അപ്പൊ നമുക്കറിയാം, നോമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് മാത്രമല്ല, അതിന് മുമ്പുള്ള ദൂതന്മാരുടെ, റസൂലുകളുടെ, അമ്പിയാന്റെ അനുയായികൾക്കും വ്രതം നിർബന്ധമാക്കപ്പെട്ടു. അതിന്റെ രീതിയും ക്രമവും ഒക്കെ വ്യത്യാസമായിരിക്കാം. നമസ്കാരം വ്യത്യാസമായതുപോലെ. അയ്യാമൻ മാദൂദാത്ത്. അപ്പോ സിയാമൻ എന്ന് പറഞ്ഞു. കുത്തിബ അലൈക്കുമോ സിയാമു, സിയാമാണ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. കുത്തിബ എന്നത് എന്താണ്? എന്ത് തരം ക്രിയയാണ്? കർമ്മണി പ്രയോഗമാണ്. കുത്തിബ വന്നാൽ കർമ്മത്തിന് ലമ്മായിരിക്കും വരിക. കുത്തിബ അലൈക്കും അസ്സിയാമു, നിങ്ങൾക്ക് കത്തബല്ലാഹു അലൈക്കും സിയാമ എന്നാണ് പറയേണ്ടത്. അള്ളാഹ് നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. എന്തിന്? അസ്സിയാമ, നോമ്പിലെ. അപ്പൊ കർത്താവിനെ അവിടെ പറയുന്നില്ല. അള്ളാഹ് എന്ന വാക്കിന് പറയുന്നില്ലെങ്കിൽ എന്ത് പറയാം? കുത്തിബ എന്ന് പറയും. അപ്പോ അസ്സിയാമ എന്നുള്ളിടത്ത് അസ്സിയാമു എന്നായിരിക്കും പറയുക. കർത്താവിന്റെ അടയാളമാണ് കർമ്മത്തിന് കൊടുക്കുക, കർമ്മണി പ്രയോഗം. ഒന്നാമത്തെ കർമ്മത്തിന് അത് കൊടുക്കും. കുത്തിബ അലൈക്കുമോ സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിയമമാക്കിയത് പോലെ നിയമമാക്കിയത്. അപ്പോ കുത്തിബ അലൈക്കുമോ സിയാമു, പിന്നെന്താ? അയ്യാമൻ എന്നാണ് അതിന്റെ വിശദീകരണം. അയ്യാമൻ അടുത്ത ആയത്തിലാണ് പറയുന്നത്. നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും ഇത് നൽകിയിട്ടുണ്ടായിരുന്നു, ഈ നിയമം നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് അതോടൊപ്പം പറഞ്ഞിട്ട് പിന്നെ എന്താണ് നിങ്ങൾക്ക് സിയാം എങ്ങനെയാണ് നിർബന്ധമാക്കിയിരിക്കുന്നത്? അയ്യാമൻ, ദിവസങ്ങളിൽ. മഅദൂദാത്ത്, മഅദൂദാത്തിന് എന്തായിരിക്കും? അതിന്റെ മാളി എന്തായിരിക്കും? അദ്ദ യഉദ്ദു, ആദ്ദുൻ, മഅദൂദുൻ, ലന്ന യളുന്നു, ളാന്നുൻ, മളനൂനുൻ എന്ന് പറഞ്ഞതുപോലെ. പിന്നെ മഅദൂദ്, അയ്യാമ് ബഹുജനമായതുകൊണ്ട് മഅദൂദാത്ത് എന്ന് പറഞ്ഞു. മഅദൂദാത്ത്, അയ്യാമ് വന്നാൽ അതിന്റെ സ്ത്രീലിംഗമായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ സ്ത്രീലിംഗ ബഹുജനമാണ് അയ്യാമ മഅദൂദാത്ത്. അപ്പൊ ദിവസങ്ങൾ, കുറെ ദിവസം നോമ്പ് പിടിക്കണ്ട നിങ്ങള്. എന്താണ്? ലിമിറ്റഡ് ഡേയ്സ്. അയ്യാമ മഅദൂദാത്ത് എണ്ണപ്പെട്ട ദിവസങ്ങൾ, അൺലിമിറ്റഡ് അല്ല. കുറെ ദിവസങ്ങൾ നോമ്പ് പിടിക്കണം അങ്ങനെയല്ല. മറിച്ച് എന്താണ്? അയ്യാമ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ, നിർണിതമായ ദിവസങ്ങൾ, കൃത്യമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള, നിയമം ആക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങളിലാണ്. ഇനി പറയുന്നുണ്ട് അതിന്റെ വിശദീകരണം. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഫമൻ കാന മിൻകും മരീദൻ, അവൻ ആരെങ്കിലും, നിങ്ങളിൽ ആരെങ്കിലും മരീദായാൽ, രോഗിയായാൽ. മരീദിന്റെ മാളി എന്തായിരിക്കും? മറള, എംറളു. മരീളയാണ് കേട്ടോ, മരീള എംറളു. അതിന്റെ ക്രിയാധാതു മറബും, രോഗം, മറബുൻ. അപ്പൊ ക്രിയാധാതുവിന് അത്തഹിലാണ് വരുന്നത്, മധ്യത്തെ മറബുൻ എന്നാണ്. ലമൻകാനമിങ്കും മരീദൻ, നിങ്ങൾ ആരെങ്കിലും രോഗിയായാൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ ആരെങ്കിലും യാത്രയിലായാൽ, ഫഇദ്ദത്തുൻ, അപ്പോൾ എണ്ണം പൂർത്തീകരിക്കുകയാണ്. അതായത് ഇദ്ദത്ത്, എണ്ണം. ഇദ്ദത്തുൻ, അപ്പോൾ എണ്ണം പൂർത്തീകരിക്കേണ്ടതാണ്. മിൻ അയ്യാമിൻ ഉഖർ,
മറ്റ് ദിവസങ്ങളിൽ നിന്നും. അയ്യാമ് ദിവസങ്ങൾ, ഉഖർ മറ്റുള്ള, ആഖർ ഉഖർ. ആഖറിന്റെ ബഹുവചനമാണ് ഉഖർ. ഉഖറയുടെ ബഹുവചനമാണ് ഉഖർ. ഉഖറ എന്താണ്? സ്ത്രീലിംഗമാണ്. ആഖറിന്റെ സ്ത്രീലിംഗമാണ് ഉഖറ. ആഖറിന്റെ സ്ത്രീലിംഗം ഉഖറ. ആഖർ ഉഖറ. ആഖിർ ആണെങ്കിൽ സ്ത്രീലിംഗം ആഖിറത്ത്. ആഖർ ആണെങ്കിൽ സ്ത്രീലിംഗം ഉഖറ. അതിന്റെ ബഹുവചനമാണ്, ഉഖറയുടെ ബഹുവചനമാണ് ഉഖർ. മിൻ അയ്യാമിൻ ഉഖർ. മറ്റുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? ഇദ്ദത്തുൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്കാലും മിങ്കും മരിയതും നവാല സഫരിൽ ഇദ്ദത്തുൻ. അപ്പോൾ എണ്ണം എന്ത് ചെയ്യണം? എണ്ണം പൂർത്തീകരിക്കുക. പറയേണ്ട കാര്യമില്ല. പറയേണ്ടതില്ലാത്ത വിധം ആശയം മനസ്സിലാകുന്നതുകൊണ്ടാണ് ഇദ്ദത്തുൻ. അപ്പോൾ എണ്ണം പൂർത്തീകരിക്കുക. ഇൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ നിന്ന്. അലല്ലദീന യുതിയഖൂനഹു. അതാക യുതിയഖു എന്ന് പറഞ്ഞാൽ എന്താ? ഇഖ്തമലഹു ബിമശഖത്തിൻ. ഇഖ്തമലഹു അതിന് സാധിക്കും. എങ്ങനെ സാധിക്കും? ബിമശഖത്തിൻ, പ്രയാസത്തോടുകൂടി സാധിക്കും. അതാക എന്ന് പറഞ്ഞാൽ കഴിവുണ്ടായി. പക്ഷേ ഖദറ എന്ന വാക്ക് പോലെയല്ല. ഖദറ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിധേന കഴിവുണ്ടായി. ഖദറ പ്രയാസത്തോടു കൂടിയോ പ്രയാസം ഇല്ലാതെയോ കഴിവുണ്ടായാൽ ഖദറ എന്ന് പറയാം. കഴിവുണ്ടായി, കഴിവുള്ളവനായി. അത്താക്ക എന്ന് പറഞ്ഞാല് അവിടെ ത്വാ ഉള്ളത് കൊണ്ട് തന്നെ ത്വാ പറയുന്നത് എന്താണ്? ത്വാ കനത്തക്ഷരം. അപ്പൊ ഖനത്തോടുകൂടി കഴിവുണ്ടായി. ഖദറ എന്ന് പറഞ്ഞെടുത്ത് ഖദറ, എളുപ്പമുള്ള അക്ഷരങ്ങളാണ്. അത്തോക്ക എന്ന് പറഞ്ഞ് ധനമുള്ള അക്ഷരം. അപ്പൊ എന്താണ്? അതിങ്ങനെയുള്ള അർത്ഥമാണ് അതിന് പ്രയോഗത്തിലുള്ളത്. അക്ഷരത്തിൽ നിന്ന് മാത്രം വരുന്നതല്ല. ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഖദറ പോലെ ലളിതമായ കഴിവല്ല, മറിച്ച് അതാക്ക എന്ന് പറഞ്ഞാൽ പ്രയാസത്തോടുകൂടി കഴിയും. അങ്ങനെ അലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? പ്രായശ്ചിത്തം ചെയ്യാവുന്നതാണ്. ഇവിടെ പരിഭാഷയെ കൊടുത്തിരിക്കുന്നത് ഞെരുങ്ങിക്കൊണ്ട് മാത്രം അതിന് സാധിക്കുന്നവർ പകരം ഒരു പാവപ്പെട്ടവന് ഭക്ഷണം പ്രായശ്ചിത്തമായി നൽകും. അപ്പൊ ഇവിടെ യുതീഖൂനഹു ഫിദിയത്തുൻ. ഫിദിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായശ്ചിത്തം. അപ്പോ ഫീ ഇല്ലാതെ ദിയത്തിൻ എന്ന് മാത്രം പറഞ്ഞാലോ? ദിയത്തുൻ. അതും എന്താണ്? അത് ബ്ലഡ് മണി. ഒരാളെ, ഒരു വ്യക്തിയെ കൊന്നതിനോ അല്ലെങ്കിൽ ഒരവയവം നശിപ്പിച്ചതിനോ പകരം എന്ത് ചെയ്യാം? അയാള് പണമോ തത്തുല്യമായ എന്തോ ദണ്ഡം കൊടുക്കുന്നതിനാണ് ദിയത്തിൻ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത സുഹൃത്ത് നിസാരി വരുന്നുള്ളത് ഇവിടെ ഫിദിയത്തുൻ ഫദിയത്ത്. അപ്പൊ ദിയത്തുൻ എന്ന് പറയുന്നിടത്ത് ഫ ദിയത്തുൻ എന്നാണ് വന്നിരിക്കുന്നത്. അവിടെ അപ്പോൾ ദിയത്ത് കൊടുക്കണം എന്നാ പറഞ്ഞു. അപ്പൊ ഫ എന്നത് അവിടെ വേറെ അക്ഷരമാണ്. ഫ ദിയത്തുൻ. അപ്പൊ നമ്മൾ വായിച്ചു നോക്കുമ്പോ ഫിദിയത്തും ഫദിയത്തും ഇങ്ങനെ നന്നായിരിക്കും കിടക്കുന്നത്. അപ്പൊ ഫ എന്നുള്ളത് അവിടെ അപ്പോൾ, അതിനാൽ അല്ലെങ്കിൽ അപ്പോൾ എന്ന അർത്ഥത്തിലാണ്. ഇവിടെ ഫിദിയത്ത് എന്നുള്ള ഫ എന്താണ്? ഈ വാക്കിൽ തന്നെയുള്ള ഫിദിയാണ്. അത് എളുപ്പം ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി മനസ്സിലാക്കേണ്ടത്, ഫിദിയത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആരാധനാ കാര്യം അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കാര്യം, അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യത്തിന് പകരം മറ്റെന്തെങ്കിലും നമ്മൾ നോമ്പോ അതുപോലെ എന്തെങ്കിലുമൊക്കെ നിർവഹിച്ച് പകരം വീട്ടുന്നതിനാണ് ദിയത്തുൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അറവായിരിക്കാം, അതുപോലെ നോമ്പായിരിക്കാം, അഗതികൾക്ക് ഭക്ഷണം നൽകലായിരിക്കാം. അത് ആരോടുള്ള കടമ വീട്ടിലാണ്? അള്ളയോടുള്ള കടമ വീട്ടിൽ. അള്ളയോടുള്ള കടമ വീട്ടിലാണ്. അള്ളാഹ് നിർബന്ധമാക്കിയ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വന്നാലോ അല്ലെങ്കിൽ അതിൽ വീഴ്ച വന്നാലോ നിർവഹിക്കുന്ന കാര്യത്തിന് ഫിദിയത്തുൻ എന്നാണ് പറയുന്നത്. പകരം വേറൊരു കാര്യം ചെയ്യുന്നതിന് ഫിദിയത്തുൻ എന്നാണ് പറയുന്നത്. അത് മനുഷ്യന്മാർ തമ്മിലുള്ളതാണെങ്കിലോ ഒരാളെ കൊന്നതിന് പകരം കൊടുക്കണം. അതെന്തല്ല? അത് അള്ളയുമായിട്ടുള്ള ഇടപാടല്ല, മറിച്ച് അള്ള നിശ്ചയിച്ചതാണെങ്കിൽ പോലും മനുഷ്യരുമായിട്ടുള്ള ഇടപാടാണ്.
ഒരാളെ അംഗച്ഛേദം വരുത്തി, അപ്പൊ അതിന് പകരം കൊടുക്കുന്നതിന് ദിയത്തുനെന്ന് പറയും. ഒന്നതിന് പകരം പിന്നെ ദണ്ഡം കൊടുക്കുന്നതിന് ദിയത്തുനെന്ന് പറയും. അതിനാണ് ബ്ലഡ് മണി എന്നൊക്കെ പറയുന്നത്, ദിയത്ത്. അപ്പൊ ദിയത്തും ഫിദിയത്തും എന്താണെന്നുള്ളത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതുകൂടെ കേട്ടിട്ട് നിങ്ങൾ നോട്ട് എഴുതി തയ്യാറാക്കി ഗ്രൂപ്പിൽ എഴുതണം. ഫിദിയത്തിന് എന്താണ്, ദിയത്തിന് എന്താണ്. ഈ സംശയം തീർന്നില്ലെങ്കിൽ ചാറ്റ് ജിപിടിയോട് ചോദിച്ചാൽ. ഉസ്താദ് ദിയാദനം പറയാൻ പറ്റില്ലല്ലോ. അതാണ് ദിയാദനം എന്ന് പറയുന്നത്. ഇത് എന്താണ്, ഇത് ഫിദിയത്താണ്, മറ്റൊരു ദിയയാണ്. ആ ദിയത്തുൻ എന്നതാണ് ദിയാധനം. അതിന്റെ ദയാധനം എന്ന് പറഞ്ഞോളൂ. ഞാൻ റിപ്പോർട്ടർമാര് വായിക്കുമ്പോൾ ദയാധനം, അപ്പൊ വിചാരിക്കും ദിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ആൾക്കറിയില്ല. അതുകൊണ്ട് ദയാധനം, ദയ കൊടുക്കുന്ന ദാനമാണ്. അങ്ങനെയല്ല, ദിയയാണ്. അപ്പൊ കഫാറത്ത് ഫിദിയയാണ്. കഫാറത്ത് ഫിദിയയാണ്. അതില് വേറെ, അതിലും പകരം കൊടുക്കില്ല. അത് വേറെ. ഒരു ദിയയാണ്, ബ്ലഡ് മണി അല്ലെങ്കിൽ അവയം ചെയ്ത് പകരം കൊടുക്കുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് ചർച്ച ചെയ്യാം പിന്നുള്ളത്. പിന്നെ അടുത്ത സൂറത്തിലേക്ക് വരുന്നത് ഫിദിയത്തുൻ തആമു മിസ്കീൻ. അപ്പൊ എന്ത് കൊടുക്കണം, കൊടുക്കാം എന്നാണ്. അലല്ലദീന യതഖനഹു, പ്രയാസം പെട്ടുകൊണ്ട് അത് നിർവഹിക്കാൻ കഴിയുന്നവർക്ക് ഫിദിയത്തുൻ, ഫിദിയ കൊടുക്കാവുന്നതാണ്, പ്രായശ്ചിത്തം കൊടുക്കാവുന്നതാണ്. തആമു മിസ്കീൻ, അപ്പൊ ഒരു ദിവസത്തേക്ക് ഒരാളുടെ ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. ഇവിടെയും എന്തുണ്ട്, ഒരു ക്യാൻസലേഷൻ ഉണ്ട്, അപ്പൊ അല്ലെങ്കിൽ പുനർനിയമമുണ്ട്. അപ്പൊ ഇത് എന്തല്ല, നിരുപാധികം ഇപ്പോൾ നിലവിലില്ല. ഈ പറഞ്ഞ കാര്യം ബാലല്ലതിന് വ്യത്യാസനോ വിദ്യാർത്ഥിനോ എന്ന് പറഞ്ഞ നിയമം ഇതില്ല, നിരുപാധികം നിയമത്തിലില്ല ഇപ്പോൾ. അതിനടുത്ത് വരുന്ന ആയത്ത് കൊണ്ട് ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ ഭാഗികമായും ഇൻവാലിഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നീട് വല്ലതിന് വ്യത്യാസനോ വിദ്യാർത്ഥിനോ എന്ന് പറയുന്നത് പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിൽ പോലും അത് എന്താ പറയാ, അത് രോഗികൾക്കും അതേപോലെ നോമ്പെടുക്കാൻ കഴിയാത്തവർക്കും മാത്രമായി ചെയ്തിട്ടുണ്ട്. ശേഷം പറയുന്നുണ്ട് മൻകാന മിൻകും വമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസ്മുഹു എന്ന് പറയും. അപ്പൊ അവിടെ പറയാൻ ബാക്കി ഫമൻ തതവ്വഅ ഖൈറൻ. അപ്പൊ ഇവിടെ പ്രയാസത്തോടു കൂടി എടുക്കാൻ കഴിയുന്നവർക്ക് അല്ലെങ്കിൽ നോമ്പെടുക്കാൻ പ്രയാസം നേരിടുന്നവർക്ക് ഒരാൾക്ക് ആഹാരം കൊടുക്കാമെന്ന് പറഞ്ഞു. കൊടുക്കുന്നത് ഒരു ദിവസത്തേക്ക് ഒരാളുടെ ആഹാരമാണ്. ഫമൻ തതവ്വഅ ഖൈറൻ, ആരെങ്കിലും സ്വമേധയാ നന്മ ചെയ്താൽ ഫഹുവ ഖൈറുൻ ലഹു. തതവ്വഅ എന്ന് പറഞ്ഞാൽ സ്വമേധയാ ചെയ്തു. തതവ്വഅ ഖൈറൻ, സ്വമേധയാ നന്മ ചെയ്തു. ഫഹുവ ഖൈറുൻ ലഹു, അവനത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം പറയാം. ഇപ്പൊ ആദ്യം പറഞ്ഞ നിയമം അനുസരിച്ചാണെങ്കിൽ പ്രയാസത്തോടു കൂടി അവന് നോമ്പെടുക്കാൻ പറ്റുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, അവൻ ഫിദിയ കൊടുത്തു. അയാള് പിന്നെ ഫിദിയ കൊടുത്തുകൊണ്ട് ഒരാൾക്ക് ആഹാരം കൊടുത്തുകൊണ്ട് നോമ്പിൽ നിന്നും മാറാം എന്ന് പറഞ്ഞല്ലോ. അതിന് പകരം അങ്ങനെ പ്രയാസത്തോടു കൂടിയാണെങ്കിലും അയാള് നോമ്പ് തന്നെ എടുത്താൽ അത് അയാൾക്ക് നല്ലത് എന്നാണ് ആദ്യം പറഞ്ഞ നിയമത്തിന്റെ അർത്ഥം. വമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു. അതൊന്ന്. രണ്ടാമത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, വമൻ തതവ്വഅ ഖൈറൻ, ആരെങ്കിലും സ്വമേധയാ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഒരാൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണമാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് എത്ര ആഹാരം വേണം അല്ലെങ്കിൽ എത്ര തോത് വേണം, അതിന് ആഹാരത്തിന്റെ തോത് അളവ് എത്രയാണെന്നുള്ളത് സാധാരണക്കാർക്ക് അറിയാം. അല്ല, അയാൾ കൂടുതൽ കൊടുക്കുകയാണ്. അങ്ങനെ കൂടുതൽ കൊടുത്താൽ അത് അയാൾക്ക് നല്ലതാണ് എന്ന ആശയം വമൻ തതവ്വഅ ഖൈറൻ എന്ന് ഉണ്ട്. അപ്പൊ ഇപ്പോഴുള്ള നിയമത്തില് അതാണുള്ളത്. കാരണം കഴിവുള്ളവൻ നോമ്പ് വേറൊരാൾക്ക് ഫിദിയ കൊടുത്തുകൊണ്ട് നോമ്പിൽ നിന്നും ഒഴിവാകാൻ പറ്റുകയില്ല. അപ്പൊ പിന്നെ സ്വമേധയാ ആ നോമ്പെടുക്കുക തന്നെ ചെയ്താൽ എന്ന നിയമം വരുന്നില്ല. അതിനാൽ ഒരാൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് പകരം അയാൾ കൂടുതൽ കൊടുത്തു. അങ്ങനെ കൊടുത്താൽ, സ്വമേധയാ കൂടുതൽ കൊടുത്താൽ അതവന് നല്ലതാണ്. വൻ തസൂമു ഖൈറുൽ ലക്കും, നോമ്പെടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഉത്തമം.
ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ. ഷഹ്റു റമദാൻ, അപ്പൊ അത് ആദ്യം അവതരിച്ച സൂക്തങ്ങളാണ്. പിന്നെ രണ്ടാം ഘട്ടത്തിൽ അവതരിക്കുന്ന സൂക്തങ്ങളാണ് ഇത്. ഈ രണ്ട് സൂക്തങ്ങളും തുടർച്ചയായി രണ്ട് സന്ദർഭത്തിലായി അവതരിച്ചു എന്നതാണ് പ്രമുഖ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഷഅബാൻ ഹിജ്റ 2-ാം വർഷം ഷഅബാൻ മാസത്തിലാണ് ഈ ആയത്തുകൾ എല്ലാം അവതരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞെടുത്ത് ഓപ്ഷൻ കൊടുത്തു, രണ്ടാമത് പറഞ്ഞെടുത്ത് അതിനെ മാറ്റിയിട്ട് കൂടുതൽ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ പറയുന്നു. ഇതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതല്ല, ചില അപൂർവം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ആദ്യം പറഞ്ഞത് പ്രകാരം ഇളവ് എടുത്തുകൊണ്ട് ഒരു വർഷം നോമ്പെടുത്തു, അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷമാണ് ചെയ്തത് ഈ പറഞ്ഞ ആയത്തുകൾ ഇറങ്ങിയത് എന്നും പിന്നീട് മറ്റതിനെ ക്യാൻസൽ ചെയ്തു എന്നുള്ളതും അങ്ങനെ അഭിപ്രായമുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അങ്ങനെ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് കാണുന്നത്. ഷഹ്റു റമദാൻ, റമദാൻ മാസം, അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പൊ ഇവിടെ പറഞ്ഞത് നേരത്തെ പറഞ്ഞു കുത്തിബ അലൈക്കുമു സിയാമു കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കി. അപ്പൊ നോമ്പ് നിർബന്ധം ആണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം, മീൻസ് നിങ്ങളുടെ ശരീരത്തിൽ മറ്റൊന്നും വ്യത്യാസമില്ല. പക്ഷെ എന്തിന് റമദാൻ മാസത്തിനെ നിർബന്ധമാക്കി എന്ന് ചോദിച്ചാൽ, റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് റമദാൻ മാസം തന്നെ നോമ്പെടുക്കാൻ വേണ്ടി നിശ്ചയിക്കുന്നത്. അതാണ് പറയുന്നത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹി, അതിലാണ് റമദാൻ മാസം, എന്നാൽ ആ മാസത്തിലാണ് അൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഉൻസിലയ്ക്ക് വന്നതിന് ശേഷം ഖുർആനു എന്നതിന് ലം കൊടുത്ത് എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞു കുത്തിബ അലൈക്കുമു സിയാമു എന്ന് പറഞ്ഞു. അപ്പൊ കർമ്മണി പ്രയോഗത്തിലുള്ള ക്രിയ വന്നാൽ കർമ്മത്തിനാണ് ലം കൊടുക്കുക. അതിന് പറയുന്ന പേര് നഇബുൽ ഫാഇൽ എന്ന് പറയും. കർത്താവിന്റെ സ്ഥാനത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. നഇബുൽ ഫാഇൽ എന്ന് പറഞ്ഞാൽ ഫാഇലിന്റെ പ്രതിനിധി എന്ന്. അപ്പൊ കർമ്മം എന്നത് നഇബുൽ ഫാഇലായിട്ട് മാറും. നമ്മൾ ഇന്ന പറഞ്ഞപ്പോൾ ഇന്ന വരുന്നത് നാമവാക്യത്തിലാണ്. അപ്പോ നാമവാക്യത്തിന് മുബത്തദയും ഖബറും എന്നാണ് പറയുന്നത്. നാമവാക്യത്തിന് ഒന്നാം ഭാഗത്തിന് മുബത്തദ എന്നും രണ്ടാം ഭാഗത്തിന് ഖബർ എന്നുമാണ് പറയുന്നത്. ഇന്ന വന്നാൽ അതിന് ഇന്നയുടെ നാമമെന്നും ഇന്നയുടെ ഖബർ എന്നുമാണ് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു നിയമമാണ് കർമ്മണി പ്രയോഗത്തിലുള്ള ക്രിയ വന്നാൽ കർമ്മത്തിന്റെ പേര് മാറിയിട്ട് നഇബുൽ ഫാഇൽ എന്ന് പറയും. രണ്ട് കർമ്മം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ കർമ്മത്തിന്റെ പേര് മാറിയിട്ട് ഒന്നാമത്തെ കർമ്മത്തിന് നഇബുൽ ഫാഇൽ എന്ന് പറയും. അതിന് എന്തടയാളം കൊടുക്കും? കർത്താവിന്റെ അടയാളമായ ലമ്മാണ് കൊടുക്കും. അതുകൊണ്ടാണ് ഉൻസില ഫീഹിൽ ഖുർആനു, അതിൽ ഖുർആൻ ഇറക്കപ്പെട്ടു. ഹുദൻ ലിന്നാസി, അതെന്താണ്? ഹാലാണ്. ഹുദൻ, ഹുദയായ നിലയിൽ, മാർഗദർശനമായ നിലയിൽ. അപ്പൊ ഖുർആൻ എന്താണ് എന്ന് ചോദിച്ചാൽ, ഖുർആൻ രാവിലെയും വൈകുന്നേരവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള, ഓതി തീർക്കാനുള്ള ഒരു സാധനമല്ല. ചില ആൾക്കാർ മരിക്കുമ്പോൾ ഖബറിന്റെ അടുത്ത് വെച്ചോ അല്ലെങ്കിൽ മയ്യത്തിന്റെ അടുത്ത് വെച്ചോ ഓതി തീർക്കാനുള്ള സംഭവമല്ല. മറിച്ച് എന്താണ്? ഖുർആൻ എന്ന് പറയുന്നത് ഹുദയാണ്, മാർഗദർശനമാണ്, ഗൈഡ് ലൈൻസ് ആണ്, ഒരു ഗൈഡാണ്, അല്ലെങ്കിൽ ഒരു ഭരണഘടന എന്ന് വേണമെങ്കിൽ പറയാം. ലിന്നാസ്, ആർക്ക് വേണ്ടി? അതിൽ വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമല്ല, വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും അത് ഗൈഡ് ലൈൻസ് ആണ്. ഹുദൻ ലിന്നാസ്, ഓൾ ദ ഹ്യൂമൻ ബീങ്, എല്ലാ മനുഷ്യർക്കും. അവൻ നാസ് എന്ന് പറഞ്ഞ എന്ത് ചെയ്തു? ലിന്നാസ്, അൽ ചേർത്തിട്ടാ പറഞ്ഞത്. ഇവിടെ അലിഫില്ലെങ്കിലും ലീ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അലിഫ് ഉണ്ടാവില്ല. ലിന്നാസ്, ആൽ ചേർത്താണ്. ലീ അധികം അന്നാസ് ആണ്. അപ്പൊ അന്നാസ് എന്ന് പറഞ്ഞ എന്തിനാ? വർഗത്തെ സൂചിപ്പിക്കാനുള്ള, മനുഷ്യവർഗത്തിനാകമാനം ഹുദയായിട്ടാണ്. പിന്നെ എന്ത് ചെയ്തു? എന്നിട്ട് അതിന്റെ വിശദീകരണം പറയാണ് ഉബയ്യിനാത്തിൻ മിനൽ ഹുദ. അതായത് നിങ്ങൾക്ക് എനിക്ക് തോന്നി ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞു തോന്നുന്നു. ഹുദൻ ലിന്നാസി അൽഹംദുലില്ലാഹി അല്ലദീ അൻസലൽ ഖുർആന ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് ഹുദയായിട്ടാണ് ഇറക്കിയത്. പിന്നീട് അതിന്റെ വിശദീകരണമാണ് ബയ്യിനാത്തിൻ, സുവ്യക്തമാക്കിക്കൊണ്ട് ആക്കുന്നതാണ്, വ്യവച്ഛേദിച്ച് കാണിക്കുന്നതാണ് ബയ്യിനത്ത്.
ബയ്യിനാത്ത് മിനൽ ഹുദ, മാർഗദർശനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങളെല്ലാം വിശദമായി പറയും. ആവശ്യമായ കാര്യങ്ങളൊക്കെ വിശദമായി പറയും. ഹജ്ജിന്റെ കാര്യം പറഞ്ഞെടുത്ത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. നോമ്പിന്റെ കാര്യം പറഞ്ഞെടുത്ത് നോമ്പിന്റെ കാര്യം പറഞ്ഞെടുത്ത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തിനുള്ള കാര്യം പറഞ്ഞെടുത്ത് വിശദമായി പറഞ്ഞിട്ടില്ല. നമസ്കാരം എല്ലാ ദിവസവും ചെയ്യുന്നതാണ്, എല്ലാ ദിവസവും നബിസ്വല്ലല്ലാഹു ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും അവർക്ക് കണ്ടു പഠിക്കാൻ പറ്റും. നോമ്പ് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നോമ്പെടുത്തു? 7 വർഷമാണ് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തത് റമദാൻ മാസത്തിൽ. ഹിജ്റ 2-ാം വർഷമാണ് നോമ്പ് നിർബന്ധമാകുന്നത്. അപ്പൊ ആ വർഷം മുതൽ 9-ാം വർഷം വരെയാണ് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരിക്കുന്നത്. അപ്പോ നോമ്പിന്റെ കാര്യം വളരെ വ്യക്തമായി കാണാം. ബയ്യിനാത്തി മിനൽ ഹുദ, അതുപോലെ ഹുദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ബയ്യിനാത്തി മിനൽ ഹുദ വൽ ഫുർഖാൻ. ഇനി എന്തുണ്ട്? ഫുർഖാൻ ഉണ്ട്. അപ്പൊ എന്താണ് ഖുർആൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദ വൽ ഫുർഖാൻ. ഇതാണ് ഖുർആൻ. അതായത് ഖുർആൻ എന്ന് പറഞ്ഞാൽ സന്ധ്യ ആകുമ്പോൾ ഓതാനുള്ളതാണ്, അത് നിസ്കാരത്തിൽ കുറച്ചു നേരം ഓതാനുള്ളതാണ്, തറാവീഹ് ആകുമ്പോൾ ഓതി തീർക്കാനുള്ളതാണ്. അതല്ല സംഭവം. ഖുർആൻ എന്ന് പറഞ്ഞത് ഹുദയാണ്. ആർക്ക് ഹുദയാണ്? അന്നാസ്, ഓൾ ദ ഹ്യൂമൻ ബീയിങ്, ഓൾ ദ മാൻകൈൻഡ്, എല്ലാ മനുഷ്യർക്കും. പിന്നെ ബയ്യിനാത്തി മിനൽ ഹുദ, ഹുദ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യവച്ഛേദിച്ച് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഫുർഖാൻ ഉണ്ട്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉരകല്ലെന്നാണ്. ഉരകല്ല്. അപ്പൊ ഇപ്പോഴ് ഗോൾഡ് ഒക്കെ ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നത്, അത് എത്ര ക്യാരറ്റ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത്, അത് മെഷീന്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര ക്യാരറ്റ് എന്ന് അറിയാൻ പറ്റും. അപ്പൊ സ്വർണം നോക്കാൻ പോകുന്ന ആൾക്ക് നഷ്ടമൊന്നും സംഭവിക്കുന്നു. മുമ്പ് ഒരു സ്വർണം കൊണ്ടുവന്ന് ഒരു എന്താ പറയാ, സ്വർണ്ണപ്പണിക്കാരൻ്റെ കൊണ്ട് കൊടുത്താൽ അയാളെന്ത് ചെയ്യും? ഒരു കല്ലെടുത്ത് ഒരച്ചരറിയും വരച്ചു നോക്കിയിട്ടാണ് അയാൾ പറയുന്നത് 18 ക്യാരറ്റ് ആണ്, 22 ക്യാരറ്റ് ആണെന്നൊക്കെ പറയും. ആ സാധനത്തിനാണ് എന്ത് പറയുന്നത്? ഫുർഖാൻ എന്ന് പറയുന്നത്. ഉരകല്ല്. സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കാനുള്ള ഉരകല്ലാണ് ഖുർആൻ. ബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ, മാർഗദർശനത്തിന്റെയും സത്യാസത്യത്തിന്റെയും വ്യക്തമാക്കൽ, സത്യാസത്യ വിവേചനത്തെയും വ്യക്തമാക്കിക്കൊണ്ടുള്ളതുമാണ്. ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ. അപ്പൊ രണ്ടാമത് അവതരിക്കുകയാണ്. ഫമൻ ഷഹിദ മിൻകും, ആരെങ്കിലും വന്ന് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ. ഷഹിദ എന്ന് പറഞ്ഞാൽ ഹാജരായി. ഹദറ എന്നതിന്റെ വേറൊരു രൂപത്തിലാണ് ഷഹിദ ഉപയോഗിച്ചിരിക്കുന്നത്. ഷഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷിയായി എന്നാണ്. ഷാഹിദ്. ഹദറ എന്ന് പറഞ്ഞാൽ ഹാജരായി എന്നാണ്. ഷഹിദ സാക്ഷിയായി. അവൻ ഷഹിദ മിൻകും അശ്ശഹ്റ, ആ മാസം ആരെങ്കിലും സാക്ഷിയായിട്ടുണ്ടെങ്കിൽ ഫൽ യസും, അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. അപ്പൊ അതിന് ഇതില്ല, ഒരു ഉപേക്ഷയും ഇല്ല, ഒരു ഇളവുമില്ല. മറിച്ച് നോമ്പെടുക്കാൻ പറ്റാത്തവർക്ക് നേരത്തെ പറഞ്ഞ നിയമം ഉപയോഗപ്പെടുത്താം. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? നിയമം പൂർണ്ണമായി അവതരിപ്പിക്കുക. ഫൽ യസമുഹു. അപ്പൊ ഫൽ യസമുഹു എന്ന് പറഞ്ഞത് എന്ത് തരം ക്രിയയാണ്? മറഞ്ഞ ആളോടുള്ള കൽപ്പനയാണ്. അപ്പൊ ഫ കഴിഞ്ഞിട്ട് ലി യസും എന്നാണ്. ലി യസും, ലി എഫ് അൽ എന്ന് പറഞ്ഞതുപോലെ കൽപ്പന ക്രിയ ആയതുകൊണ്ടാണ് മീമിന് സുക്കൂൻ വന്നത്. ലി എഫ് അൽ, ലി എഫ് തഹ് എന്നാണ്. ഫായോ വേറെ എന്തെങ്കിലും അതിനോട് ചേർന്ന് നിന്നാൽ ഫൽ, ലാമിന്റെ കെസർ പോയിട്ട് ലി പോയിട്ട് ലാമിന് സുക്കൂൻ വരും. ഫൽ യസും. യസും കഴിഞ്ഞിട്ട് പിന്നെ അതിനോട് ക്രിയയോട് ചേർന്ന് വരുന്നത് ഒരു കർമ്മമായിരിക്കും. ഫൽ യസും ഹോ, ആ മാസത്തിൽ അവൻ നോമ്പെടുക്കട്ടെ. ഒമൻകാന മരീലൻ ഔ അലാ സഫരിൻ, മരീലാണ് അല്ലെങ്കിൽ അലാ സഫറാണ് എങ്കിൽ, ഇപ്പൊ മറത് അല്ലെങ്കിൽ രോഗം പിന്നീട് മാറും എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നോമ്പ് മാറ്റി വയ്ക്കാം. രോഗം മാറുകയില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യുക? ഫിദിയ കൊടുക്കുക. ഇപ്പൊ തന്നെ ഫിദിയ കൊടുക്കുക. രോഗം മാറും എന്ന് തോന്നുന്ന രോഗമാണെങ്കിൽ അത് ചെയ്യാം. അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യാം, പൂർത്തീകരിക്കാം. നേരത്തെ പറഞ്ഞു യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ,
അതെന്തുകൊണ്ടാണ് ഇളവ് തന്നിരിക്കുന്നത്? അള്ളാഹ് നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി എളുപ്പ വഴി നിശ്ചയിച്ചിരിക്കുന്നത്. കാരണം ഖുർആൻ പറഞ്ഞിരിക്കുന്നത് അള്ളാഹ് എളുപ്പം ഉദ്ദേശിക്കുന്നു. അപ്പൊ നിങ്ങൾ അറബി ഭാഷയില് നിങ്ങളെ ഇപ്പൊ അല്ല ലെയ്റ്റാണ് വാക്ക്. ലെയ്ത്ത് പഠിക്കാൻ വേണ്ടി വേറെ വാക്കുകൾ എടുത്ത് ഉദാഹരണങ്ങളൊക്കെ പറയുന്നതിന് ലെയ്ത്ത് ഖുർആനിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെ വന്നിരിക്കുന്നു, എന്താ അർത്ഥം? തീർന്നു. അപ്പൊ ലെയ്ത്ത് കാര്യയുടെ അല്ല ഇന്നലെ ഒരു സൗകര്യമായിട്ട് പോലും പഠിക്കേണ്ടതില്ല. അതിന് ഒരു ഉദാഹരണവും നമുക്ക് ഖുർആനിൽ കണ്ടെത്താൻ പറ്റും. അപ്പൊ അത്ര എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ പഠിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും വേറെ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതുകൂടെ കൊടുത്തെന്ന് മാത്രം. രണ്ട് കാരണത്തിനുണ്ട്. അത് പഠിച്ചില്ലെങ്കിൽ ശരിയാവും എന്നുകൂടി കാണിക്കാൻ വേണ്ടിയും, അതേപോലെ ഇത് പഠിച്ചല്ലോ എന്ന് നമ്മൾ ഹിജ്ജത്ത് പൂർത്തീകരിക്കാൻ, നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കാൻ അതെന്താവും, സഹായകമാകും. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, ഇന്ന ദീന യുസ്ര എന്ന ഹദീസ് ഉണ്ട്. ദീൻ എന്ന് പറയുന്നത് എളുപ്പമാണ്. ആരെങ്കിലും അതിനെ പ്രയാസമായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രയാസമാക്കിയിട്ടുണ്ടെങ്കിൽ അവന് ഇസ്ലാം അല്ലെങ്കിൽ ദീൻ പരാജയപ്പെടുത്തുന്നതാണ്. ദീനിനെ ക്ലേശമാക്കാൻ പാടില്ലെന്നാണ്. ദീൻ എളുപ്പമാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അള്ളാഹ് നിങ്ങൾക്ക് യുസ്ര ആണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, ഉസ്റും യുസ്റും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അള്ളാഹ് ഉസ്ർ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ വലി തുക്മിലുൽ ഇദ്ദത, നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടിയും ആണ് ആക്കിയിരിക്കുന്നത്. എന്തിനാണ്? നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കണം. പക്ഷെ നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ വേറെ സമയത്തേക്ക് മാറ്റി വയ്ക്കാം. രോഗിയോ യാത്രക്കാരനാണെങ്കിൽ വേറെ ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴും ഇദ്ദത്തുൻ വലി തുക്മിലുൽ ഇദ്ദത, എണ്ണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. അക്മല യുക്മിലു, പൂർത്തീകരിച്ചു. വലി തുകബ്ബിറുല്ലാഹ, നിങ്ങൾ തക്ബീർ ചെയ്യുന്നതിനും, അള്ളയെ തക്ബീർ ചെയ്യുന്നതിനും. അള്ളാഹ് എന്ത് ചെയ്യണം? വലിയവനാക്കണം. കബ്ബറ, കബീറാക്കി. കബ്ബറ, കബീറാക്കി. കബ്ബറ യുകബ്ബിറു, തുകബ്ബിറു. വലി തുകബ്ബിറുല്ലാഹ, തുകബ്ബിറൂനെയാണ് ലീ വന്നുകൊണ്ടാണ് ഇവിടെ ലീ കഴിഞ്ഞിട്ട് അൻ മറഞ്ഞിട്ടുണ്ട്. ലി അൻ തുകബ്ബിറു എന്നാണ്. നിങ്ങൾ അള്ളയെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി. എന്തിനു വേണ്ടി? അലാമ ഹദാക്കും, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയത്. അപ്പൊ ഹിദായത്ത് നൽകിയത് എങ്ങനെ അള്ളാഹെ മഹത്വപ്പെടുത്താൻ പറ്റും? അള്ളാഹിന്റെ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹ് ഹലാലാക്കിയ സാധനം ഹറാമാക്കി നിർത്തുകയാണ്. അള്ളാഹ് ഹലാലാക്കിയ കാര്യങ്ങൾ ഫജ്ർ മുതൽ മഗ്രിബ് വരെ വിലക്കി നിർത്തുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അള്ളാഹ് നമുക്ക് ഹിദായത്ത് എന്നതിന് നന്ദി കാണിക്കുന്നത്. അതേപോലെ അള്ളാഹ് എനിക്ക് ആഹാരം നൽകിയിട്ടുണ്ട്. ആഹാരം ലഭിക്കാത്ത എത്രയോ പേരുണ്ട്. ഒരു വറ്റിന് വേണ്ടി, ഒരു ചെറിയ അരി കഷ്ണത്തിന് വേണ്ടി, ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി, ഒരു ഉള്ളിയുടെ കഷ്ണത്തിന് വേണ്ടി അവർക്ക് പട്ടിണി തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഉള്ളി കിട്ടിയാൽ അവരെന്ത് ചെയ്യും? ഒരു ചീള് പൊളിച്ച് സഹോദരന് കൊടുക്കും, അടുത്ത ചീള് പൊളിച്ച് അടുത്തയാൾക്ക് കൊടുക്കും, ഒരു ചീള് പൊളിച്ച് അടുത്തയാൾക്ക് കൊടുക്കും. അങ്ങനെ ഒരു ഉള്ളി എടുത്ത് ഓരോ ചീളുകൾ അവര് സഹോദരന്മാരും കൂട്ടുകാരും ഒക്കെ എന്ത് ചെയ്യാണ്? തിന്നിരുന്നു. ഇപ്പോഴാ കഥയൊന്നും കേൾക്കാറില്ല. കാര്യം എന്താ? ഒരു ചീളും, ഉള്ളിയുടെ ഒരു ചീള് പോലും കിട്ടാനില്ല. ഒരു ഉള്ളി കിട്ടിയിട്ട് വേണ്ടേ അതിന്റെ ചീളിന്റെ കാര്യം പറയാൻ വേണ്ടി. അതുപോലെ കിട്ടാനില്ല. അവരെല്ലാം തോലുമായി ജീവിക്കുകയാണ്, മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും ഒരു വക്കത്തും കടന്നു പോകാൻ പാടില്ല. അവർ എപ്പോഴും ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പൊ അതിനെ മഹത്വപ്പെടുത്താനും ഞാൻ എത്രത്തോളം അനുഗ്രഹീതനാണ് എന്ന് അള്ളയോട് എന്ത് ചെയ്യാം? അള്ളയോട് നമുക്ക് പറയാം. അതേപോലെ നമുക്ക് മാനസികമായ ഒരു ചിന്താഗതി ഉണ്ടാകാം. വലി തുകബ്ബിറുല്ലാഹ അലാമ ഹദാക്കും, നിങ്ങളെ വഴി കാണിച്ചു തന്നതിൽ. അല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്ർ ചെയ്യാൻ വേണ്ടി. അപ്പൊ വഴി കാണിച്ചു തന്നത് കൊണ്ട് ശുക്ർ ചെയ്യുക. അതേപോലെ വഴി കാണിച്ചു തന്നത് കൊണ്ട് നിങ്ങൾ അവനെ മഹത്വപ്പെടുത്തുക. അത് അറിയണമെങ്കിൽ നമ്മൾ ഇസ്ലാമിന് പുറത്തു പോകണം, എന്നാലേ അറിയാൻ പറ്റൂ. ഇസ്ലാമിന് പുറത്തു പോകണം എന്നല്ല പറഞ്ഞത്. ഇസ്ലാമിന് പുറത്തുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്താണ് അവരുടെ ആരാധന രീതി? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു നിർണിതമായ ആരാധന രീതി അവർക്കുണ്ടോ?
ഒരു നിശ്ചിതമായ ആരാധനാക്രമം ഉണ്ടോ? അവരെ ബൈബിളോ അല്ലെങ്കിൽ ഏതെങ്കിലും വേദഗ്രന്ഥത്തെ എടുത്തിട്ട് ആ വേദഗ്രന്ഥത്തിൽ ഇന്ന ആരാധനാക്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ദൈവദൂതന്മാര് അല്ലെങ്കിൽ അതുപോലെ മഹത്തുക്കൾ പറഞ്ഞതായ എന്തെങ്കിലും സംഗതികൾ കൃത്യമായി ഒരു ആരാധനാക്രമം നമുക്ക് എവിടെയും കാണിക്കാൻ പറ്റില്ല. ഖുർആനിലല്ലാതെ, ഖുർആനിലും ഇത് സുന്നത്തിലും അല്ലാതെ, ഇസ്ലാമിലല്ലാതെ ഒരു ആരാധനാക്രമം, കൃത്യമായ ഒരു ആരാധനാക്രമം. ഇനി നിർവഹിക്കപ്പെടുന്ന ആരാധന എടുത്തു നോക്കിയാൽ ആ ആരാധന അതിന്റെ പൂർണ്ണ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആനിലും ഹദീസിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഖുർആൻ അല്ലെങ്കിൽ ഹദീസിലും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ആ വ്യക്തമാക്കപ്പെട്ടത് അനുസരിച്ചുള്ള ആരാധനാക്രമം അത് മഹത്തായ ഒരു രീതിയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഓരോന്നും മനസ്സിലാവും. എന്നിട്ട് ആ ആരാധന വിട്ടിട്ട് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ബൈബിളോ വേറെ ഏതെങ്കിലും ഗ്രന്ഥമോ എടുത്തു വെച്ചുകൊണ്ട്, നമ്മൾ നിലവിലുള്ള സഭമാണ് പറയുന്നത്. ബൈബിള് നമ്മൾ പറയുന്നെങ്കിൽ തൗറയും ഇഞ്ചിയിലൊന്നും അല്ല അത് ഉള്ളത്. ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും ഒന്നും തൗറയും ഇഞ്ചിയിലും ഒന്നും അല്ല, ലേഖനങ്ങൾ മാത്രമേ ഉള്ളത്. അത് വായിച്ചു നോക്കിയാൽ അറിയാം. അതില് ദൂതൻ യഹോവ പറഞ്ഞെന്ന് പറയുന്നില്ല, മറിച്ച് യഹോവ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതേപോലെ പിന്നെ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, യേശു പറഞ്ഞു, മോശ പറഞ്ഞു എന്ന് ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. യഹോവ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഒരാള് ഹദീസോ പിന്നെ ഖുർആനോ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ലേഖനമോ പുസ്തകമോ വല്ലതും എഴുതിയാൽ എങ്ങനെയിരിക്കും? അതുപോലുള്ള ലേഖനങ്ങൾ മാത്രമേ ബൈബിളിൽ തന്നെ ഉള്ളൂ. പിന്നെ മറ്റു ഗ്രന്ഥങ്ങളുടെ കാര്യം പറയുകയല്ല. അപ്പൊ ഈ ആരാധനാക്രമം വിട്ടിട്ട്, അപ്പോ ആരാധനാലയങ്ങളിൽ കുറെ ആരാധനകൾ നടക്കുന്നു. അതിനപ്പുറം വേറെ ഒന്നും എന്തില്ല, നിർണിതമായ ഘടന ഒന്നിനുമില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ എന്തെങ്കിലും ഘടനയുണ്ടോ? സാമൂഹിക ഇടപാടുകൾക്ക് എന്തെങ്കിലും ഘടനയുണ്ടോ? നാട്ടിന് പുറത്തുള്ളവരുമായിട്ടുള്ള ഇടപാടിൽ എന്തെങ്കിലും ഘടനയുണ്ടോ? രാഷ്ട്രീയവും അന്താരാഷ്ട്രീയവുമായ കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ധാർമ്മികമായ എന്തെങ്കിലും നിയമങ്ങളുണ്ടോ? ഒന്നുമില്ല. നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇതെല്ലാം കൃത്യമായി വരച്ച് കാണിക്കുന്നതാണ് ഖുർആനും ദീനും ഇസ്ലാമും എന്ന് പറയുന്നത്. അതാണ് ഒരു തുക്കബ്ബിറുല്ലാഹ അലാമ ഹദാക്കും. അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മാത്രമേ ഇതിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹു അക്ബർ, ഇതെല്ലാം ചെയ്തു തന്നെയാള് എത്രയോ മഹാനാണ് എന്നറിയാൻ പറ്റും. കാലക്കും തഷ്കറു, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി. ഇതാ സഅലക ഇബാദി അന്നി, ഇബാദിന്റെ ഏകവചനം എന്താണ്? ഇബാദി എന്റെ ദാസന്മാർ. സഅലക നിന്നോട് ചോദിച്ചാൽ, സഅലക ഇബാദി. അപ്പൊ സഅലക എന്ന് പറഞ്ഞു എന്താണ്? മുഫ്രദാണ്. സഅല ഏകവചനമാണ്. അതിന്റെ ഉള്ള കാ എന്താണ്? ബിഹിയാണ്, അതിന്റെ കർമ്മമാണ്. സഅല ചോദിച്ചു, കാ നിന്നോട് ചോദിച്ചു. പിന്നെ അതിന്റെ കർത്താവ് ആരാണ്? ഇബാദാണ് കർത്താവ്. സഅലക ഇബാദി. അപ്പൊ കർത്താവിന് മുമ്പ് കർമ്മം വരാൻ കാരണം ക്രിയയോടൊപ്പം കർമ്മം വന്നു എന്നതുകൊണ്ടാണ്, ക്രിയയോട് ചേർന്ന് വന്നതുകൊണ്ടാണ്. സർവനാമമായിട്ട് വന്നാൽ ക്രിയയോട് ചേർന്നായിരിക്കും വരിക. അപ്പോ പിന്നീട് കർത്താവ് അതിന് ശേഷമേ വരാൻ പറ്റും. സഅലക ഇബാദി എന്റെ ദാസന്മാർ നിന്നോട് ചോദിച്ചാൽ. അപ്പോ കർത്താവിന് മുമ്പ് ക്രിയ വന്നത് കൊണ്ടാണ് ഏകവചനം ഉപയോഗിച്ചത്. ഇബാദ് ബഹുവചനമാണ്, സഅല എന്ന ഏകവചനമാണ് ഉപയോഗിച്ചത്. കാരണം തഖദ്ദമൽ ഫിഅലു അനിൽ ഫാഇൽ, ഫാലിന് മുമ്പ് ഫിഅലു വന്നു. ചോദിച്ചാൽ അന്നി, എന്നെ കുറിച്ച് ചോദിച്ചാൽ, അന്നി എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ മറുപടി പറയണം എന്നാണ്. ബാക്കി അവിടെ ഇല്ല. മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടില്ല, ഫഖുല്ലെന്ന് പറഞ്ഞിട്ടില്ല, കൂലുവെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നി ഖരീബുൻ, അപ്പോൾ ഞാൻ സമീപസ്ഥനാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇന്നി ഖരീബുൻ. ഉജീബു മാത്രമല്ല, ഉജീബു ദഅവത അദ്ദാഇ, വിളിക്കുന്നവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. ദഅവത്ത് വിളി അല്ലെങ്കിൽ പ്രാർത്ഥന, അദ്ദാഇ വിളിക്കുന്നവൻ. അദ്ദാഇ ഇദാ ദഅാനി,
അദ്ദാഇ എന്നാണ്. ദാഇൻ എന്നാണ് അല്ലില്ലാതെ വന്നാൽ, പിന്നീട് അല്ല വന്നാൽ അദ്ദാഇ എന്നാണ്. പക്ഷെ ഇവിടെ യാന്റെ ലോപിച്ചിരിക്കുക. ജീവു ദേവത്തെ ദാഇ ഇദാ ദആനി. അവിടെ എന്താണ്? ദആ നീ എന്നാണ്. ദആനി. അപ്പൊ ദആനി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? ദആ എന്ന ക്രിയയുണ്ട്, അതിനകത്ത് കർത്താവുണ്ട്, ഹുവ എന്ന കർത്താവുണ്ട്. അതിനുശേഷം ഞാ ചേർത്തിട്ട് യാ മുത്തക്കല്ലിം എന്താണ്? മഫ്ഊലും ബിഹിയാണ്. അപ്പൊ യാ മുത്തകല്ലിമാണ് ഇവിടെ പോയിരിക്കുന്നത്. യാ മുത്തകല്ലിം പോയി എന്ന് അറിയുന്നതിന് നൂനിന് കെസർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നൂന് കെസറിട്ട് വന്നാൽ ഇവിടെ നൂനുൽ വിക്കായത്താണ്, സേഫ്റ്റി നൂനാണ്. യാ മുത്തകല്ലിം വന്നാൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സേഫ്റ്റി നൂന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് യാ മുത്തകല്ലിം പോയാലും അവിടെ യാ മുത്തകല്ലിം ഉണ്ടെന്ന് അറിയാൻ പറ്റും. യാ ദആനി, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. പിന്നെ എന്ത് ചെയ്യണം? ഫൽ യസ്തജീബൂ ലി. എന്ത് ചെയ്യണം? ഫൽ യസ്തജീബൂ. നേരത്തെ പറഞ്ഞ പോലെ എന്ത് തരം ക്രിയയാണത്? ആ യസ്തജീബൂ ലി, പറഞ്ഞാലുള്ള കൽപ്പനയാണ്. അവർ എനിക്ക് എന്ത് ചെയ്യണം? ഉത്തരം നൽകണം. അവർ എനിക്ക് ഉത്തരം നൽകണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ കൽപ്പന അവർ സ്വീകരിക്കണം എന്നാണ്. കുഞ്ഞു മുഹമ്മദ് പറപ്പ് പോലെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് എന്റെ ആഹ്വാനം അവർ സ്വീകരിക്കണം എന്നാണ്. ഇസ്തജാബ, വിളിക്ക് ഉത്തരം നൽകുക, മറുപടി നൽകുക. അജാബ പറഞ്ഞതുപോലെ തന്നെയാണ് ഇസ്തജാബയും. അജാബ മറുപടി നൽകി, ഇസ്തജാബയും അതുപോലെ തന്നെയാണ്. ഇസ്തജാബലഹും റബ്ബുഹും എന്ന് പറഞ്ഞിട്ടില്ലേ? ജവാബ് കൊണ്ട് വന്നതാണോ അജാബ? അജാബ യുജീബു ജവാബ്, ജവാബ് മറുപടി, അജാബ മറുപടി നൽകി. വൽ യസ്തജീബു ലി, അവൻ എന്റെ വിളിക്ക് ഉത്തരം നൽകണം. വൽ യുഅ്മിനു ബി, അവർ എന്നിൽ വിശ്വസിക്കട്ടെ. അവർ എന്റെ വിളിക്ക് ഉത്തരം നൽകട്ടെ, എന്നിൽ വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർ എന്താകും? നേർവഴി പ്രാപിക്കാൻ വേണ്ടിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. നേർവഴി പ്രാപിക്കാൻ വേണ്ടിയാണ്. ലഅല്ലഹും യർഷുദൂൻ, അവർ നേർവഴി പ്രാപിക്കും എന്ന് പ്രതീക്ഷിക്കാം എന്ന് പറയാം. അവർ എന്റെ വിളിക്ക് ഉത്തരം നൽകുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവർ സന്മാർഗപ്രാപ്തരാകും. വിളിക്കേണ്ടത് ആരെയാണ്? അള്ളയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അള്ള അല്ലാത്ത ആരോടും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ള അല്ലാത്ത ആരോടും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അവരാരും വിളിക്ക് ഉത്തരം നൽകുകയുമില്ല. ഇതില് സംശയമുള്ള എന്തെങ്കിലും വാക്കുകളുണ്ടോ? ഈ മറഞ്ഞ ആളോടുള്ള കൽപ്പനക്രിയ, മറഞ്ഞ ആളോടുള്ളത് ആ ഒന്ന് മറന്നുമില്ല. മറഞ്ഞ ആളുടെ കൽപ്പന. നമ്മൾ കൽപ്പനക്രിയയിൽ എന്തൊക്കെയാ പഠിച്ചത്? 21 രൂപ പഠിച്ചപ്പോ എന്തൊക്കെ പഠിച്ചു? മറഞ്ഞ ആൾ എന്തൊക്കെ പഠിച്ചു കൽപ്പനയില്? പറയൂ. എന്താണ്? ലിയോ. 21 രൂപങ്ങളിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് കൽപ്പന? എന്താണ് കൽപ്പനക്രിയ? അല്ല, എന്തേലും ക്രിയയാണ്? അത് വിരോധക്രിയ. കൽപ്പനക്രിയ എന്തൊക്കെയാ പഠിച്ചത് നമ്മള്? മറഞ്ഞ ആളോടുള്ള കൽപ്പനക്രിയ. ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാലേ അതിലേക്ക് എത്തുള്ളൂ. കൽപ്പനക്രിയ 21 രൂപത്തിൽ കൽപ്പനക്രിയയിൽ എന്തൊക്കെ പഠിച്ചു? എന്താണ്? അതൊക്കെ പറയൂ, അതൊക്കെ പറയൂ. എന്താ അർത്ഥം? ഇഫ്തഹിന്റെ അർത്ഥം എന്താ?
ഉറക്കെ പറയൂ. നീ ചെയ്യും, നീ തുറക്കും. ഇഫ്തഹ് നീ നീ തുറക്കൂ, ഇഫ്തഹു നിങ്ങൾ തുറക്കൂ. ഓക്കെ, അപ്പൊ നീ തുറക്കൂ എന്ന് ആരോടാ പറയുന്നത്? മുന്നിലുള്ള ആളോട്. മുന്നിൽ നിൽക്കുന്ന ഒരാളോട് പറയുന്നതാണ് നീ തുറക്കൂ. ഇഫ്തഹു എന്ന് പറയുന്ന ആരോടാണ്? നിങ്ങൾ മുന്നിൽ മുന്നിലുള്ള നിൽക്കുന്ന കുറെ കുറെ പേർ, പേര്. മൂന്നോ അല്ലെങ്കിൽ അധികം പേര്, കുറെ പേർ, അതാണ് ഇഫ്തഹു. അപ്പൊ മുന്നിൽ നിൽക്കുന്ന ആളോട് കൽപ്പിക്കുന്നത് മാത്രമേ നമ്മൾ 25 രൂപത്തിൽ പഠിച്ചിട്ടുള്ളൂ. മുന്നിലില്ലാത്ത ആളോടും കൽപ്പിക്കാം. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ലെറ്റ് ഉപയോഗിച്ച് പറയും. ലെറ്റ് ഹിം ഡു എന്ന് പറയും. എന്താണ്? ഇറ്റ് ഇസ് എ ഫോം ഓഫ് ആൻ ഓർഡർ. കൽപ്പനയുടെ ഒരു രൂപമാണ്. ലെറ്റ് ഹിം ഡു എന്ന് പറഞ്ഞാൽ അവർ ചെയ്യട്ടെ, അവൻ ചെയ്യട്ടെ. അപ്പൊ അതേപോലെ പറയുന്നതാണ് മുന്നിൽ നിൽക്കുന്ന ആളോട് പറയുന്നത് ഇഫ്തഹ്. ബഹുവചനമാണെങ്കിൽ ഇഫ്തഹു. കാണാത്ത ആളോടാണെങ്കിൽ, മുന്നിൽ അല്ലാത്ത ആളോടാണെങ്കിൽ, അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന ആളുണ്ട്, കേൾക്കുന്ന ആള്, നേരിട്ട് കേൾക്കുന്ന ആളുണ്ട്. ചെവി കൂടെ വേറെ സ്ഥലത്ത് നിന്ന് കേൾക്കുന്ന ആളല്ല. സംസാരിക്കുന്ന ആളും ഡയറക്റ്റ് അഡ്രസ് ചെയ്യുന്ന ആളും. അതാണ് ഇഫ്തഹ് എന്ന് പറഞ്ഞാൽ. ഡയറക്റ്റ് അഡ്രസ് ചെയ്യുന്ന ഒരാളോട് പറയുന്നതാണ് ഇഫ്തഹ്. ഡയറക്റ്റ് അഡ്രസ് ചെയ്യുന്ന രണ്ടിലധികം ആൾക്കാരോട് പറയുന്നതാണ് ഇഫ്തഹു. ഡയറക്റ്റ് അഡ്രസ് ചെയ്യുന്ന അല്ലാത്ത ആൾക്കാരോടും കൽപ്പിക്കണം. അതിനാണ് മറഞ്ഞ ആളോടുള്ള കൽപ്പന എന്ന്. അതായത് പറയുന്നയാളും നേരിട്ട് കേൾക്കുന്ന ആളും അല്ലാതെ ഉള്ള ആളോട് കൽപ്പിക്കാം. തേർഡ് പേഴ്സൺ, ഓർഡർ ഫോർ ദ തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നതാണ്, സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നതാണ്, നേരിട്ട് അഭിസംബോധിതൻ. ഈ രണ്ടുപേരും അല്ലാത്ത ആളാണ് തേർഡ് പേഴ്സൺ, കാണാത്ത ആൾ. ആ കാണാത്ത ആളാണ് നമ്മൾ മറഞ്ഞ ആളെന്നൊക്കെ പറയും. മറഞ്ഞ എന്നതിന്റെ അറബി വാക്ക് എന്താണ്? അറബി വാക്ക് ഗായിബ്. കൽപ്പന എന്ത് വാക്ക് പറയും? അംറ്. അപ്പൊ മറഞ്ഞ ആളുള്ള കൽപ്പനയ്ക്ക് എന്ത് പറയും? അമ്ര ഗായിബ്. അല്ല, അമ്ര ഗായിബ് പഠിച്ചില്ലെന്നുണ്ടായി. അമ്ര ഗായിബിന് എന്ത് വരും? ലീ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ലി എഫ് അൽ. അപ്പൊ എഫ് അലു എന്ന വാക്കിന്റെ കൂടെ ലി എഫ് അൽ എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തിക്കട്ടെ. ലി എഫ് അലു, അവർ പ്രവർത്തിക്കട്ടെ. നമ്മൾ 21 രൂപത്തിൽ പഠിച്ചില്ലല്ലോ. 21 രൂപത്തിൽ പഠിച്ചിട്ടില്ല. 21 രൂപത്തിലെല്ലാം ഇല്ലല്ലോ. 95 രൂപയല്ലേ? 95 രൂപത്തിൽ നമ്മൾ 80% കട്ട് ചെയ്തിട്ടാണ് 20% പഠിപ്പിക്കുന്നത്. 95-ന്റെ 21 എടുത്തു പോയി പെർസെന്റേജ് എത്ര കിട്ടും? 95 എണ്ണത്തില് 21 നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പൊ 95 കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവോ? നമ്മളിപ്പോ അൽബക്കറയ്ക്ക് ചേർന്നപ്പോ ഇത്രയും കുട്ടികൾ നമ്പർ കാണുന്നുണ്ടല്ലോ, ഇത്രയും എണ്ണമേ ഉള്ളൂ. നിങ്ങളുടെ ബാച്ചില് പത്താഹ് പഠിക്കാൻ വേണ്ടി എത്ര ആളുണ്ട്? ഹൂം പഠിക്കാൻ വേണ്ടി എത്ര ആളുണ്ടായിരുന്നു? അവരൊന്നും ഇപ്പൊ കാണാനേ ഇല്ല. കൂട്ടത്തിൽ നമ്മൾ 95 പഠിപ്പിച്ചതിന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളെയും കാണാൻ പറ്റില്ല, നിങ്ങളെ കൂട്ടുകാരെ ആരെയും കാണാൻ പറ്റില്ല. അതൊക്കെ പിന്നെ പള്ളി ദർശനം അറബി കോളേജിൽ നടക്കുന്ന എന്തോ ഒരു സംഭവമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ഖുർആൻ പഠനം എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് ഇന്റർനെറ്റിലും അതേപോലെ എല്ലാ മേഖലകളിലും ഇത്രയും സജീവമായി കാണാനുള്ള കാരണം എന്താണ്? ഒരൊറ്റ കാരണമേ ഉള്ളൂ. അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ സജീവ സാന്നിധ്യം, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ സാന്നിധ്യം. സജീവ എന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ കുറെ വിദ്യവും അത്രയെങ്കിലും ജീവൻ ഉണ്ടായത് കൊണ്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം വന്നത്. അറബി നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയതിന് മുമ്പ് അറബി അധ്യാപകരൊന്നും ഇല്ലായിരുന്നു ഇവിടെ. ഈ പറയുന്ന നെറ്റും സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ അറിവ് പഠിപ്പിക്കാൻ തുടങ്ങിയ ശേഷമാണ് അറിവ് പഠിപ്പിക്കാൻ പറ്റും, അറിവ് എന്ന് പറയുന്ന സംഭവമാണ് എന്ന് മനസ്സിലായത്.
ഖുർആൻ പഠിക്കാനുള്ള കൂട്ടായ്മകൾ എല്ലാം മനുഷ്യരാണ്. ഓൺലൈൻ എന്നൊക്കെ പേര് പറഞ്ഞു. ശരി, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? മറിഞ്ഞ ആളൊക്കെ അടുത്ത് വന്നോ? മറിഞ്ഞ ആള് എനിക്ക് ശരിക്കും മീറ്റിംഗ് കേൾക്കാൻ പറ്റിയില്ല. ഇനി കുറെ സംശയം ഉണ്ട് ബാക്കി. പക്ഷെ ഞാൻ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. രക്ഷതന്റെ പര്യാപദം റഷദ് എർഷദു അല്ല പര്യാപദ ഹുദൻ അതായത് അതിന്റെ പര്യായ പദമാണോ? രക്ഷത നബ പ്രാപിച്ചു. ഹുദൻ പറഞ്ഞു അതായ ഹദി. അതാന്ന് പറഞ്ഞാൽ നേർവഴി കാണിച്ചു. റഷദ എർഷദു എന്ന് പറഞ്ഞാൽ നേർവഴി പ്രാപിച്ചു. സലഹ യസ്ലഹു. ഈ ഫിദിയനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? ഫിദിയ അത് പറഞ്ഞപ്പോ നിങ്ങൾ ഇല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ട് പക്ഷെ എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റിയില്ല മീറ്റിംഗ് മൊത്തം. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ പണിയും കൂടെ ഏറ്റെടുക്കരുത്, കുറെ പണിയൊക്കെ വേറെ ആൾക്കാരെ ഏൽപ്പിക്കണം. ഞാൻ എൻ്റെ അടുത്ത് പറയും എനിക്ക് പറ്റില്ല എന്ന് പറയും. എല്ലാ പണികളും എന്നെ ഏൽപ്പിച്ചു, എനിക്ക് പറ്റില്ല എന്ന് പറയും. എനിക്കിപ്പോ വേറെ പണി ചെയ്തിട്ടിരിക്കുകയാണെന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പൊ ഞാനുള്ളത്. ഓക്കെ, ക്രമേണ അതിലേക്ക് വരണം. അത് നമ്മൾ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുമോ? നമ്മൾ ഒരു വ്യക്തിക്ക് എന്തുണ്ട്, ഒരു സ്ഥാനമുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു സ്ഥാനം. ഞാൻ വന്നിട്ട് നിങ്ങളെ കുടുംബക്കലഹം ഉണ്ടായിരിക്കും പറയും. ഒരു വ്യക്തിക്ക് ഒരു സ്ഥാനമുണ്ട്. ആ വ്യക്തി നമ്മുടെ കീഴിലുള്ളവരെ എങ്ങനെ വളർത്തണം, എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവരണം എന്ന കാര്യം പലപ്പോഴും നമ്മളൊന്നും വിചാരിക്കില്ല. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു വീക്ഷണവുമില്ല. നമ്മൾ മറിച്ചെന്താണ്, അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യും. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ അങ്ങനെയല്ല. അവർ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് രണ്ട് കാര്യം ഉണ്ടാവും. ഒന്നെന്താണ്, അവരുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വമില്ലായ്മ എന്ന സംഗതി അവരുണ്ടാവും. നിങ്ങളുടെ കാര്യം അങ്ങനെയാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പറയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിന്റെ ഫലങ്ങൾ പറയുക. അവരിൽ ഉത്തരവാദിത്വമില്ലായ്മ ഉണ്ടാകും. രണ്ട്, അവർക്ക് വളർച്ച ഉണ്ടാവുകയില്ല, അവർക്ക് പക്വത ഉണ്ടാവുകയില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ കാര്യങ്ങൾ ക്രമേണ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. തിരിഞ്ഞു നോക്കണം. നമ്മൾ ആ പ്രായത്തിൽ എന്ത് ചെയ്യുന്നു? അവരോട് പറയരുത് ഞാൻ ഈ പ്രായത്തിൽ അതൊക്കെ ചെയ്തിരുന്നു എന്നും പറയരുത്. കാരണം അതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ അവരോട് ചെയ്യണം. അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഇത് ചെയ്യണം, നീ ഇത് ചെയ്യണം, എനിക്ക് കുറച്ച് തിരക്കിലാണ്, അല്ലെങ്കിൽ വേറെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അതിലേക്ക് നയിക്കണം. നമ്മള് ചരിത്രങ്ങളൊക്കെ പഠിച്ചു നോക്കിയാൽ ഓരോ എടുത്ത് നോക്കിയാലും, നിങ്ങൾ ആരുടെ ചരിത്രം എടുത്ത് നോക്കിയാലും നമ്മൾ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളൊന്നും അവർക്കില്ല. ഇല്ലാത്ത കാര്യം ഇതാണ്, അവരവരുടെ കാര്യങ്ങൾ അവരോട് ചെയ്തിരുന്നു. അപ്പം നമ്മൾ എത്ര മുതിർന്നവരുടെയും കാര്യങ്ങൾ നമ്മളാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു തോന്നലുണ്ട്, ഞാനത് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവുകയില്ല എന്നൊരു തോന്നലുണ്ടാവും. അപ്പൊ പറയുന്നത് പെർഫെക്ഷൻ എന്നാണ്. അങ്ങനെയുണ്ട്. നിങ്ങൾ ഇല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതാണ് യഥാർത്ഥ കാരണം. അല്ലെങ്കിൽ പല കാലങ്ങളും ഒന്ന് അതാണ്, ഞാൻ ചെയ്തില്ലെങ്കിൽ അത് ശരിയാവുകയില്ല, ഞാൻ ചെയ്തിരുന്നെങ്കിൽ അത് കുറെ കൂടി നന്നാകുമായിരുന്നു എന്നൊക്കെ ചിന്താവില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. മറിച്ച് എന്താണ്, നമുക്ക് കാര്യങ്ങൾ നടക്കുകയാണ് വേണ്ടത്. ഞാൻ തന്നെ അവിടെ ചെയ്തില്ലെങ്കിലും അവര് ഇപ്പോഴല്ലെങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും ശരിയായിട്ട് ചെയ്യും. അവരൊക്കെ പഠിച്ച് ശരിയായി ചെയ്യേണ്ടവരാണ്. അവരൊക്കെ എന്റെ സ്ഥാനത്ത് എത്തുമ്പോൾ അവർ ശരിയായി ചെയ്യണം. എന്റെ അഭാവം ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നാണ് ആലോചിച്ചുള്ളത് എപ്പോഴും. എന്റെ അഭാവം ഉണ്ടായാൽ ഒരു സുപ്രഭാതത്തിൽ അവരെല്ലാ സംഗതിയും കൂടെ ഏറ്റെടുത്ത് ചെയ്യുമോ? ചെയ്യില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം?
അവരെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഒന്നായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ എത്ര എന്ത് പ്രായമായി ആ പ്രായം നമ്മൾ എന്ത് ചെയ്യണം? റിലാക്സ് ചെയ്യേണ്ട സമയമാണ്. റിലാക്സ് ചെയ്യണമെന്നല്ലേ പറയുന്നത്. അത് കുടുംബകാര്യം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ മൊത്തത്തിൽ എല്ലാവരും ചിന്തിക്കേണ്ട സംഗതിയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഐഹിക ജീവിതത്തിലെ കെട്ടിക്കൊടുക്കുകയിൽ നിന്നും അവന് ഒരു ഒഴികഴിവുമില്ലെങ്കിൽ അവൻ എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അവനെ കെട്ടിക്കൊടുക്കിൽ നിന്നും ഒരിക്കലും അല്ലാഹ് മാറ്റുകയില്ല എന്നാണ്. അങ്ങനെ വേറെ ഒരുപാട് അങ്ങനെ ചിന്തിച്ചാൽ, ഹദീസ് പരമായി ചിന്തിച്ചാൽ അങ്ങനെയും കാര്യങ്ങൾ, വ്യക്തിത്വ വികാസമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ അതിലൊരു കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തി ഏത് സമയത്താണ് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ജനിക്കുന്ന കുട്ടി 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടിയുടെ അറിവ് എന്താണ്? അവരുടെ കഴിവ് എന്താണ്? അവരുടെ പക്വത എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും കഴിവും കാര്യങ്ങളും പല കാര്യങ്ങളിലും പക്വതയും അവർക്കുണ്ട്. പക്ഷേ ഉണ്ടാകേണ്ട പല കാര്യങ്ങളിലും അവർക്ക് പക്വതയും അറിവും ഇല്ല. നമുക്കറിയാത്ത എന്ത് കാര്യങ്ങൾ അവരോട് ചോദിച്ചാൽ സെക്കൻഡുള്ള അവർ പറഞ്ഞുതരും. പക്ഷേ അവർ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മളാണ് ഇപ്പോഴും ചെയ്യുന്നത്. അവരെന്ത് ചെയ്യാണ്? അതിൽ നിന്നും സ്കിപ്പ് ആവുകയാണ്. ഇതാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തിരക്കാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെ കാര്യമല്ല എപ്പോഴും പറഞ്ഞു. അല്ലാഹു സഹായിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. للقاء بإذن الله والسلام عليكم. وعليكم السلام ورحمة الله.